15 സത്യം. ഓക്കെ, ചാൻസ് 2025. എന്താടാ ബാധ്യത കേട്ടോ കൂടിയോ? ആ ഏജ് ഡിഫറൻസ് ആണ് കേട്ടോ സത്യം. ആ ഏജ് ഡിഫറൻസ് ആയപ്പോൾ കാരണം കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കമൻറ്റ് ബോക്സ് അങ്ങനെ കിട്ടുന്നതായിരിക്കുമല്ലോ. സത്യം 2015 10 വർഷമായി. ഇപ്പോൾ 25. ഓക്കെ, ആ ടൈമൊക്കെ എത്ര മനോഹരമാണ് ഗൈസ്. പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. ഓക്കെ, നമ്മളിങ്ങനെ നൊസ്റ്റാൾജിയും ക്രിഞ്ചൊക്കെ അടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഇരിക്കാന്നേ ഉള്ളൂ. സോ ഇതിങ്ങനെ ആയിരിക്കും ഇങ്ങനെ പെർമനൻ്റ് ആയിട്ടൊന്നും കിട്ടത്തില്ല ഗൈസ്. എല്ലാവരും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. സോ ഇപ്പോൾ സക്സസ് ആയിരിക്കുന്ന ഒരു അവസ്ഥ നോക്കിയോ ഗൈസ്. അവരിതിങ്ങനെ നൊസ്റ്റാൾജിക്കൊന്നും അടിക്കത്തില്ല. അവർ കരിയർ ബിൽഡ് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ നൊസ്റ്റാൾജി അടിച്ചിരിക്കുന്ന മിഡിൽ ക്ലാസ് ഫാമിലീസ് ആയിരിക്കും. സോ എന്താ പറയുക, അവരൊക്കെ താഴ്ത്തു പോകണം. സോ ഞാൻ ഒരു അഡ്വൈസ് തരാം ഗൈസ്. ഓക്കെ, ലൈഫിൽ ഒരിക്കലും നൊസ്റ്റാൾജി അടിച്ച് അങ്ങനെ ഇരിക്കരുത്. സോ ടൈം ഈസ് ഇമ്പോർട്ടൻ്റ് ദാൻ മണി. ഓക്കെ ഓക്കെ ഇപ്പം നിങ്ങൾ 8 മണിക്കൂർ വർക്കിന് പോയി കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു 6 മണിക്കൂർ വർക്കിന് പോയി കഴിഞ്ഞാൽ 1000 രൂപ കിട്ടുമെന്ന് വെച്ചോ. 6 മണി നിങ്ങൾ പഠിത്തം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ കേസ്. ഓക്കെ, നിങ്ങൾ കരിയർ അവിടെ ബിൽഡ് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് അറിവ് കിട്ടുകയാണ്. അത് എത്ര രൂപ കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഇറ്റ്സ് അഡ്വൈസ് ഫ്രം ടാസ്കീസ് സ്ട്രീമർ. ഓക്കെ മാക്സിമം അഡ്വൈസ് ഒക്കെ പറഞ്ഞു തന്നല്ലേ. ഒരു സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് പോകാം.